അമ്പലപ്പുഴ കാക്കാഴം സ്വദേശി ഷാമിൽ ഖാൻ്റേതാണ് കളർകോട് അപകടത്തിൽപ്പെട്ട ടവേര കാറിൻ്റെ ഉടമയായ ഷാമിൽ ഖാനാണ് നമുക്കപ്പോൾ ഉള്ളത്. ഈ എത്ര ദിവസത്തേക്കാണ് ഈ വണ്ടി വാടകയ്ക്ക്? ഇല്ലേട്ടാ, സിനിമയ്ക്ക് പോയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയതാണ്. അത് ദിവസത്തേക്കൊന്നും വാടകയ്ക്ക് എടുത്തേ ഇല്ല. സുഹൃത്തായതിൻ്റെ പേരിൽ വണ്ടി കൊടുത്തു വിട്ടതാണ് സിനിമയ്ക്ക് പോകാനായിട്ട്. ഇതിൽ ആരെയാ പരിചയം? മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ മുഹമ്മദ്, കണ്ണൂർ സ്വദേശി, മരിച്ച കുട്ടി. മരിച്ച കുട്ടി. മുഹമ്മദിൻ്റെ ചേട്ടൻ ഉണ്ട്, മിഷാൽ എന്ന് പറഞ്ഞ പുള്ളി തിരുവനന്തപുരത്ത് എഞ്ചിനീയറിന് പഠിച്ചുകൊണ്ടിരിക്കുക. അവനായിട്ടും പരിചയമുണ്ട്. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ് കൊടുക്കിക്കുക, അത്യാവശ്യം സിനിമയ്ക്ക് നല്ല പോയിട്ട് രാത്രി തന്നെ എത്തിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു വിട്ടത്. എപ്പോഴാണ് വണ്ടി കൊണ്ടുപോയത്? ഒരു 7:30 മണി കഴിഞ്ഞപ്പോൾ ഇന്നലെ. എത്ര പേരുണ്ടായിരുന്നു എന്ന് വല്ലതും പറഞ്ഞിരുന്നു? എൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ വന്ന 3 പിള്ളേരാവുന്നു. എങ്ങനെയാണ് ഈ ജബ്ബാറിനെ പരിചയം? ജബ്ബാർ വണ്ടാനത്തൊരു പായസക്കടയൊക്കെ ഉണ്ടല്ലോ, അവിടെ പായസം കുടിക്കാനൊക്കെ ചെല്ലുമ്പോൾ അവിടെ വെച്ച് കണ്ടുള്ള പരിചയമാണ്. 10-55 ദിവസമായിട്ടുള്ള അവരിവിടെ എത്തിയിട്ട് ആ ഒരു പരിചയമുള്ളൂ എനിക്ക്. ആ ഒരു പരിചയം. പിന്നെ ഫോണിൽ കൂടെയുള്ള ജബ്ബാറിൻ്റെ ചേട്ടനുണ്ട്, ചേട്ടനോടുള്ള പരിചയം ഒക്കെ വെച്ചു. എപ്പോഴും ഈ അപകട വിവരം അറിയില്ല? 10 മണിയായി രാത്രി. എപ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞ ഇവർ വണ്ടി രാത്രി സിനിമ കഴിഞ്ഞുകൊണ്ട് തിരിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്, അതുകൊണ്ടാണ് അവർ സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി വന്ന് പോയിച്ചത്. അപ്പോൾ മഴയൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാനും മടിച്ചു. അപ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യമില്ല, ഒരു പടത്തിന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അവധി വരത്തുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ കൊടുത്തു വിട്ടത്. ഒന്ന് സഹായിച്ചത്? അതെ, ഹെൽപ്പ് ചെയ്തതാണ്. ഇങ്ങനെ ആകുമെന്ന് ആരും വിചാരിച്ചു. ഇന്നലെ മുതൽ ഉറങ്ങിയിട്ടില്ല ഇത് അറിഞ്ഞപ്പോൾ. എങ്ങനെ ഉറങ്ങാൻ പറ്റും? എൻ്റെ അവർക്ക് വണ്ടിയൊക്കെ ഉള്ള പിള്ളേരാണ്. അപ്പോൾ ആ പിള്ളേരുടെ മുഖം കണ്ട ആരാണെങ്കിലും നമുക്ക് അത്ര അടുപ്പവും പിള്ളേരുമായിട്ട് എന്ന് വെച്ചപ്പോൾ എങ്ങനെ കൊടുക്കുക, ലൈസൻസ് കൊണ്ട് പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്ന് ഓർത്ത് കൊടുത്തു പോയത്. ഈ 55 ദിവസമായി അതിനിടയിൽ കണ്ട് പരിചയപ്പെട്ട ഒരാളാണ്? പരിചയപ്പെട്ട ഒരാളാണ്. എനിക്ക് വണ്ടി കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി സെക്കൻഡ് വല്ലതും വില കൊണ്ടാന്നൊക്കെ എപ്പോഴും വന്ന് ചോദിക്കും. ഇന്നലെയും ചോദിച്ചു വണ്ടി സെക്കൻഡ് എങ്ങനെ വില, എന്ത് വില എങ്ങനെയൊക്കെ ആവുമെന്നൊക്കെ പറഞ്ഞു. ചുരുങ്ങിയ ദിവസമുള്ളെങ്കിലും നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അതെ, അതാ കൊടുത്തു വിട്ടത്. അവൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മറയാതെ വയ്ക്കുന്നു. ബന്ധുക്കൾ ആരെങ്കിലും പിന്നെ വിളിച്ചിരുന്നു? ചേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ എനിക്കൊരു മടി. എന്നിട്ട് തിരിച്ച് ഞാൻ വിളിച്ചു. പിന്നെ അപ്പോൾ ചേട്ടൻ ഇക്ക ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇക്ക വണ്ടി കൊടുത്താലേ കൊടുക്കത്തില്ലായിരുന്നല്ലോ, എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ മേലെ ഇക്കാന്ന് പറഞ്ഞിപ്പോൾ എന്നെ വിളിച്ച് കരയൊക്കെ ചെയ്തു. അവരവിടെ നിന്ന് പോന്നിട്ടുണ്ടോ? കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ മുഹമ്മദ് ജബ്ബാർ പഠിക്കാനായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ആ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇദ്ദേഹവുമായി അടുത്തൊരു ബന്ധം, ഒരു വളരെ അടുത്തൊരു ബന്ധത്തിലേക്ക് വരികയും ഒരു കുടുംബബന്ധം പോലുമായി മാറി. അതായത് ജബ്ബാറിൻ്റെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് പോലും അടുത്തൊരു ബന്ധത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ വാഹനം കൊടുക്കുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്, ആ സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് കൊടുത്ത വാഹനമാണ്. അതാണ് ഇപ്പോൾ ഒരു അപകടത്തിലേക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും വലിയൊരു വേദനയോടുകൂടിയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ക്യാമറമാൻ ആൻ്റണി ഗ്രിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.